അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കഹാനിയിലൊക്കെ പോയ ഒരു ദിവസമാണ്. പോകുന്നതിന് മുമ്പ് എൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവരുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ റിഹാന പോയി വിളിച്ചതാണ് അവൻ്റെ അടുത്ത് എണീക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് തടിച്ചൊരു ഫീലാണ് കേട്ടോ തോന്നുന്നത്. പലരും ഇല്ല ഇത്ത കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും എന്തോ ആവട്ടെ അല്ലേ. അപ്പോൾ ഞാൻ വേഗം ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു വാരാൻ വേണ്ടി നിന്നു. സിറ്റൗട്ടൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി, മുറ്റൊന്ന് അടിച്ചു വാരി എടുക്കണം. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഞാൻ ഇന്നലെ മുറ്റം അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ ഇച്ചിരി ഇലകളുണ്ട്, അത്രേ ഉള്ളൂ, ഇച്ചിരി ഇലയുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അടിച്ചു വാരിയാൽ മതി. അപ്പം ഞാൻ ഇന്ന് പോയിട്ട് നാളെ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു വരത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സാറ്റർഡേ വന്നിട്ട് അടിച്ചൊന്നും വാരില്ല. അപ്പം ഇന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ സൺഡേ അധികം അടിച്ചു വാരില്ല, മൺഡേ ആയിരിക്കും. സൺഡേ പിന്നെ നമുക്ക് കുറച്ച് ബിസി ഉള്ള ഒരു ദിവസമല്ലേ എപ്പോഴാണെങ്കിലും. പിന്നെ ഇരുട്ടായതുകൊണ്ട് ഞാൻ ആ സൈഡിലൂടെ പോയില്ല കേട്ടോ. ചൂലും മറോ എടുത്തിട്ട് ഞാൻ ഉള്ളിലൂടെ തന്നെ വന്നു. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടെയും തട്ടിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുപോകണം അല്ലേ, അത്രയും കെയർ ചെയ്യണം. പിന്നെ വേഗം പോയി ഞാൻ ഈ ഫ്രണ്ട് ഏരിയയൊക്കെ നടിച്ചു വാരി നേരെ ഇങ്ങനെ പുലർന്ന് വരണേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാം. എന്തായിരുന്നു സാറ്റർഡേ സൺഡേ പരിപാടികളൊക്കെ. സൺഡേയിലാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. സൺഡേ പിന്നെ പൊതുവെ എല്ലാവരും ബിസി ആയതുകൊണ്ട് വ്ളോഗ് കാണാൻ സമയമുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ സൺഡേ കണ്ടില്ലെങ്കിലും മൺഡേ കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ കമൻറ്റ് ഇടുന്നതിന് മുമ്പ് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. ആഴ്ചയിൽ ഒരു 3 ഹൈപ്പാണ് തോന്നുന്നു ഒരു ചാനലിൽ വീഡിയോക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതോ മൊത്തത്തിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും അറിയില്ല. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് കൊടുത്തിട്ട്. പിന്നെ വേഗം വന്ന് ഞാൻ വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കിച്ചണിൽ പോയി ജനലൊക്കെ ഒന്ന് തുറന്ന് നമ്മുടെ പണിയിലോട്ട് അങ്ങ് കിടക്കുക. ഇന്ന് ചോറ് കറി ഉപ്പേരി ഇതെല്ലാം വെക്കുമ്പോഴത്തേന് ഒത്തിരി അങ്ങോട്ട് സമയമാകും എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാന്ന്. ബിരിയാണി ഉണ്ടാക്കണമെങ്കിലും സമയമൊക്കെ ആകും, ഇല്ല എന്നല്ല. പക്ഷെ നമ്മുടെ ബിരിയാണി വൺ പോട്ട് ബിരിയാണി ആയതുകൊണ്ട് വലിയൊരു സമയമൊന്നും ആവില്ലല്ലോ എന്ന് വിചാരിച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ വെച്ചു. പിന്നെ ഞാൻ ഇന്ന് അതിനെ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചു കേട്ടോ. കുറച്ച് ഐസും കൂടെ പോകാനുണ്ട്. ഐസ് ഫുള്ളായിട്ട് പോയ ശേഷം മാത്രമുള്ളൂ നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ആകെ ഒരുമാതിരി ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് പാത്രത്തിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ റൈസാണ് ഞാൻ ബിരിയാണി വെക്കാൻ പോകുന്നത്. പിന്നെ അതേപോലെ അതിന് എന്തായാലും അളന്നെടുക്കണം. ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിലും ആ ഗ്ലാസിൻ്റെ അളവ് നമുക്ക് എപ്പോഴും വേണം കേട്ടോ നമ്മുടെ ഈ ബിരിയാണിക്ക്. പിന്നെ വേറൊരു വലിയ പാത്രം എടുത്തിട്ട് ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതുപോലെ അളന്ന പാത്രം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അതിൽ എത്ര എത്ര അരി ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മ വേണം. അതുകൊണ്ട് അരി കറക്റ്റായിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഞാൻ അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലും കൂടെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചായ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഉള്ള കാര്യങ്ങളും നമുക്ക് അപ്പം ചെയ്യാം, ചായയും വെക്കാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ പോണത്. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ചെറിയൊരു മീറ്റിംഗ് ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അത് നേരത്തെ കൂട്ടി തന്നെ നമ്മൾ പറയും. അങ്ങനെ എല്ലാവരും സെറ്റാവുന്ന ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്യും സമയമൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾക്ക് ഈവനിങ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നേരത്തൊരു ബസ്സുണ്ട്, 7:45 7:30 ആ ടൈമിനാണ് ബസ്. KSRTC ആണ്. അപ്പോൾ അതിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പാലക്കാട് വരെ ആ ബസ്സുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് പാലക്കാട് നിന്ന് പിന്നെ ഇവിടുന്ന് ഒരു ലോക്കൽ ഏതെങ്കിലും ബസ്സിൽ കയറിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇറങ്ങാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ബസ്സിൽ പോയിട്ട് ശീലമായപ്പം ഇത്രയും ഈസി ആയിരുന്നു
വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റേത് എനിക്ക് ബസ്സിൽ പോകാനൊക്കെ ഒരു പേടിയായിരുന്നു, ഞാൻ പോവില്ലായിരുന്നു, അങ്ങനത്തെയൊക്കെ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുകയാണ് കേട്ടോ. കറുപ്പ് കളറാണ് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ. കുറച്ച് കാലമായിട്ട് ഇങ്ങനത്തെ ഉള്ളികൾ തന്നെ. അതിനെ കഴുകിയെടുക്കണമെങ്കിലുള്ള ഒരു പാട്. ചില സമയത്ത് ഓവറായി ഞാൻ ആ തൊലി അങ്ങോട്ട് കളയും ചെയ്യാറുണ്ട് കേട്ടോ, കഴുകാൻ ബുദ്ധിമുട്ടായിട്ട്. ഇപ്പൊ പിന്നെ എന്താ പറയാ, ഒത്തിരി അത് വേസ്റ്റായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി മെനക്കെട്ട് കഴുകിയാലും കുഴപ്പമില്ല പറഞ്ഞ് ഫുള്ള് കഴുകിയെടുത്ത് തക്കാളിയും എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ തിളച്ചോ എന്ന് നോക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഗ്യാസിൽ വെച്ചാൽ അതാണ് ഒരു പ്രശ്നമല്ലേ, അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം അതിനെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ തിളച്ച പാലിനെ ഒന്ന് അടച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചായ അതാ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുത്ത് അത് കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ചായ കൂടി അങ്ങ് ഫിനിഷായി. ഓക്കെ, ജിനിയുടെ ചായ കൂടി അങ്ങ് ഫിനിഷായില്ലേ. എന്താ നിങ്ങളിപ്പോൾ ലൈവിൽ വരാത്തത്? അയ്യോ, യൂട്യൂബിൽ ലൈവിൽ വരാത്തതിൻ്റെ മെയിൻ പ്രശ്നം, ലൈവിൽ ഭയങ്കര നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ നെഗറ്റീവ് ഒരുപാട് കേൾക്കുമ്പോൾ ഒരു വിഷമം ഭയങ്കരമായിട്ടുണ്ട്. അതായത് നമ്മളെ ഇപ്പോൾ നിങ്ങളെന്താ ഫുഡിയാണോ, അങ്ങനെ ഇങ്ങനെ തടിച്ചു, ഇങ്ങനത്തെയൊക്കെ നെഗറ്റീവ് ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. വേറെ ഭയങ്കര ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ടാണ് ലൈവിൽ ഞാൻ അധികം വരാത്തത്. അല്ലെങ്കിൽ ഞാൻ ലൈവിൽ ഒരുപാട് വരുന്ന ആളല്ല. മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്നു, അങ്ങനെയല്ലേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റയിൽ ലൈവിൽ എനിക്ക് വരാൻ ഇഷ്ടമാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു മടിയാണ് കേട്ടോ ലൈവില് വരാൻ. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു മടിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ 1 പോട്ട് ബിരിയാണി വേഗം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അവിടെ. അതായത് ഉള്ളി ഇതൊക്കെ ഞാൻ ഒരുമിച്ച് അങ്ങ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നെയ്യിട്ടിട്ട് പട്ടഗ്രാമ്പ് ഏലക്ക ഇട്ടിട്ട് ഈ സ്ലൈസ് ചെയ്ത എല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ കായ് കിട്ടും. തക്കാളി ഇട്ടുകൊണ്ട് സമയം എടുക്കൂലേന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ ഇങ്ങനെ സമയമില്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയൊരു തരികിട പരിപാടിയാണ് കേട്ടോ അത്. പിന്നെ പുട്ടിന് മാവ് ഒന്ന് കുഴച്ച് വെച്ചു. പഴമുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുട്ടിൻ്റെ സംഭവം കൂടി വേഗം ഒന്ന് റെഡിയാക്കി വെച്ചത്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. പുട്ടിൻ്റെ മാവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം വേഗം. അതിൻ്റെ കൂടെ തന്നെ ഈ പരിപാടികളും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയം 10:30 ആകുമ്പോഴത്തേക്ക് റെഡി ആവണം. ഇക്ക എന്നെ മറ്റേ പാലക്കാട് കൊണ്ടുവിടാം, KSRTCയിൽ കയറിയിട്ട് പിന്നെ അങ്ങനെ പോയാൽ മതി എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഇക്കാക്കും കോയമ്പത്തൂരും പോകണം. അത് കാരണം ഇക്കാക്ക് കൊൽക്കത്ത പോകേണ്ട ഇക്കയാണ്. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഒരുപാട് പ്രശ്നമായത് കാരണം പോകാൻ പറ്റിയില്ല. ഉള്ളിയൊക്കെ ആയ ശേഷം എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബിരിയാണി കുറച്ച് സ്പൈസാണ്, എണ്ണ കുറവാണ്, നെയ്യും കുറവാണ്. കാരണം ഉപ്പാക്കും ഒക്കെ കഴിക്കേണ്ട ഒരു ബിരിയാണി ആയതുകൊണ്ട് ഞാൻ നെയ്യും എണ്ണയൊക്കെ ഭയങ്കര കുറവാക്കിയിട്ട് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് എൻ്റെ ഉള്ളി കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ. ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അത്യാവശ്യം എണ്ണയും നെയ്യൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളിവിടെ തൈരും നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഞാനത് ഇനിയിപ്പോൾ 2 വക ആക്കാനുള്ള ഒരു സമയമില്ല. കുറച്ചുകൂടെ കുട്ടികൾക്ക് ഇഷ്ടം ചില്ലി ആക്കുന്നതാണ്. പക്ഷെ ഞാൻ എല്ലാം അതിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് റൈസ് തിളപ്പിച്ചൂറ്റി ഇട്ട് കൊടുത്താൽ ഏകദേശം നമ്മുടെ മലപ്പുറം ബിരിയാണി ആയി. അതായത് മുളക് പൊടിയൊന്നും ഇടാണ്ടിരുന്നാൽ മതി കേട്ടോ. അത്ര വ്യത്യാസമേ ഉള്ളൂ കേട്ടോ, ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ, ഉണ്ടാക്കണതിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിയുടെ ഞാൻ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മസാല, അരി ഇതിനൊക്കെ ബേസ് ചെയ്ത് ഇരിക്കും കേട്ടോ അതിൻ്റെ വേവ്. അപ്പോൾ തിളച്ച ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ആ സമയം കൊണ്ട് അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾക്കിത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 1 പോട്ട് ബിരിയാണി റെഡിയാണ്. നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇത്.
മട്ടനല്ല. പക്ഷെ ഈ ഒരു ബിരിയാണിയിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് മട്ടൻ തന്നെയാണ് കേട്ടോ. മട്ടൻ ബിരിയാണി കഴിച്ചാൽ പിന്നെ നമ്മൾ ചിക്കനൊന്നും ഉണ്ടാക്കൂല, അത്രയും ടേസ്റ്റാണ് മട്ടനിൽ. അങ്ങനെ ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, സിമ്മിലാണ്. പിന്നെ നമുക്ക് കുറച്ചും അധികം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ഓപ്പൺ ആക്കി ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മുടെ റൈസ്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവിടെ ഞാൻ ഏതൊക്കെയോ വീഡിയോസ് പ്ലേ ചെയ്തിട്ടാണ് എൻ്റെ ഈ പരിപാടികൾ കേട്ടോ. പാവമാണ്, പെണ്ണുങ്ങളെല്ലാ കഷ്ടപ്പാടും അറിയണമെന്നോ? എന്താണ് ഉദ്ദേശിച്ചത്? ഞാനും കാണാറുണ്ട്, എല്ലാം കാണാറുണ്ട്. നിങ്ങളുടെ പേര് ജിന്നു ചായാന്ന്, ജിനി ചായാന്ന്. അയ്യോ, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ശരിക്കിടണേ. നിങ്ങൾ എഴുതുന്ന പകുതി മുക്കാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങളുടെ കറി കണ്ടാലേ അറിയാം, ഭയങ്കര രസം. ഉണ്ടാക്കാൻ ടൈമില്ല, നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കണം പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്കിന്ന് രാവിലെ ചായ കിട്ടിയില്ലേ, അപ്പോൾ കടയില്ലാത്തതുകൊണ്ട് അടിപൊളി, കറക്റ്റ് വർത്തമാനം, ശരിയാണ് നിങ്ങൾ പറയുന്നത്. എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഒരാൾ എഴുതിയ കമൻറ്റ്, ഒത്തിരി കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവരെന്നെ കുറേ കമൻറ്റ് ഉണ്ട്. നിങ്ങൾ റേഷനറി വാങ്ങുക എന്നിട്ട് വേറെ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. എന്തെല്ലാം കറി, നിങ്ങളൊരു സംഭവമാണ്. ഓക്കെ, താങ്ക് യു. കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എന്ന് വരുന്നത് വല്ലാത്തൊരു പാടാണ്. അങ്ങനെ അയ്യോ, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് എല്ലാം സെറ്റാക്കി ബിരിയാണി ഇളക്കി നോക്കിയപ്പോൾ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് കഴിക്കുന്നില്ല, നാളെ വല്ല ബാലൻസ് ഉണ്ടെങ്കിൽ കഴിക്കാം അല്ലേ. അപ്പോൾ വേഗം അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. ഇക്ക കുളിക്കാൻ പോയിട്ടില്ല, ഇക്കാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കൊടുത്ത് ഞാനും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണികൾ ഏറെക്കുറെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വേഗം കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കണം. കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ, ബിരിയാണി ആയതുകൊണ്ട് ഒരു സാലഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഞാൻ ലൈക്ക് അടിച്ചു കേട്ടോ ജിനി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്നും കുറേ പേര് ലൈക്ക് അടിക്കുന്നു വിചാരിക്കുന്നുണ്ട്. ഒരു 400 ലൈക്ക്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് എത്ര ലൈക്ക് കിട്ടിയെന്നറിയോ? 289 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോക്ക് ഒരു 400 ലൈക്ക് തരാൻ പറ്റുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. ലെമൺ റൈസ് ചെയ്യാൻ വേണ്ടി ഗാർലിക് ചെറുതായിട്ട് വെട്ടിയതും ഗ്രീൻ ചില്ലി പീനട്ട് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ പീനട്ട് ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇനിയും ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗാർലിക്കും ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞപ്പം എനിക്ക് ആ ഒരു റെസിപ്പി അങ്ങനെ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ ചെയ്യാട്ടോ നെക്സ്റ്റ് ഇതിൽ. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറേ നാൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ ആ കന്തം വിട്ടുപോയിട്ടോ. ഇനിയും ഇത് നിർത്താനായില്ലേ എന്നുള്ളൊരു ഇത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണം പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൊടുക്കണം. കുറച്ച് ബിരിയാണിയും കുറച്ച് പുട്ടും അങ്ങനെ. അപ്പോൾ ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ജിനിയുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന പോലെ ഉള്ള ഫുഡൊക്കെ തന്നെയുള്ളൂ, ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ 3 നേരം കുക്കിങ്, ചില വീട്ടിൽ 2 നേരം കുക്കിങ്ങേ ഉള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാത്ത കുറേ ആൾക്കാരാണുള്ളത്. ഡെയിലി എണ്ണ പലഹാരം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമോ എനിക്കറിയില്ല. നമ്മൾ നോമ്പിനുണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിൽക്കൊരു ഇടങ്ങാറാ, ഇതെല്ലാം കഴിച്ച് നമ്മുടെ വയറ്റിലേക്കല്ലേ പഠിച്ചോനെ പോണത് എന്നുള്ളൊരു ഇടങ്ങാറ്. പക്ഷെ നോമ്പിന് അത് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര കുട്ടികളും ഉമ്മയാണ് എണ്ണ പലഹാരത്തിൻ്റെ ആൾക്കാർ. ഉപ്പ കുഴപ്പമില്ല, ഉപ്പ ഇഷ്ടമാണ്, പക്ഷെ ഒരു ലിമിറ്റ് വെക്കും കഴിക്കണേന് കേട്ടോ. കുറേ നാളായിട്ട് ഭയങ്കര ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. ഫുഡ് ഭയങ്കര കൺട്രോൾ ചെയ്യുന്ന ആളുമാണ് കേട്ടോ. അതുകൊണ്ട് ഹെൽത്ത് കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിള്ളേർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ പഴവും കൊടുത്തു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ ഈ പറഞ്ഞ പോലെ കമൻസിന് റിപ്ലൈ ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ചായ കുടിക്കുക ഞാനും ഉണ്ട് എന്ന്. ഓക്കെ, ലവ് യു ജിനി, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇന്ന് ഇടിയപ്പം ആൻഡ് ഗ്രീൻ പീസ് കറിയാണെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാനും വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ വ്ളോഗ് ഇടാണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രൈഡേ വ്ളോഗാണ് കേട്ടോ. സാറ്റർഡേ നമ്മൾ പിന്നെ വ്ളോഗ് എടുക്കാൻ നമുക്ക് തിരിച്ച് വന്ന് ടയേർഡൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാരണം നമ്മൾക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല.
അതേപോലെ വേറൊരു കാര്യം ഇതിലൊരു ടിപ്സ് ഞാൻ കണ്ടത് എന്താണെന്നറിയോ? പൂരിക്ക് ഒരുപാട് സോഫ്റ്റായിട്ട് മാവ് കുഴയ്ക്കരുത്, എണ്ണ കുടിക്കുന്നുള്ളത്. അത് കറക്റ്റാണ് കേട്ടോ. എണ്ണ കുടിക്കാറുണ്ട് പൂരി. സോഫ്റ്റ് ഇല്ലാണ്ട് കുഴച്ച് കഴിഞ്ഞാൽ എണ്ണ കുടിക്കൂലാന്നാണോ പറയുന്നത്? എന്നാൽ അതൊന്നും നോക്കണമല്ലോ. ഞാൻ ഇതുവരെ നോക്കാത്തൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലും തുണികളെടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുട്ടികൾ പോണതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പോകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണത് എന്താണെന്നറിയോ? കഴിച്ച പാത്രം കഴുകണം, ഗ്ലാസ് കഴുകി വെക്കണം, ചെരുപ്പ് സ്റ്റാൻഡിൽ വെക്കണം, ബെഡ്ഷീറ്റ് മടക്കി വെക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ്റെ തലയിൽ കയറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോവല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടരുത്, ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടും ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ പോയേക്കുന്നത്. വരുമ്പോൾ അവർ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നമ്മൾ ഓർമ്മയോടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ചെയ്യും. ഇല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് പോകും. കാരണം അവരുടെ മൈൻഡിൽ എന്താന്ന് പറഞ്ഞാൽ ജിനിമ ഉണ്ടല്ലോ എന്നുള്ളത്. ആ ഒരു തിങ്കിങ് മാറുമ്പം എല്ലാം ശരിയാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ചെയ്യാനും മടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനുണ്ടല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും മേ ബി. എനിക്ക് വയ്യാണ്ട് ഇരിക്കുന്ന ഒരു ടൈമാണ്, എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്ന ഒരു ടൈമുണ്ടെങ്കിൽ അവരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവരെന്നെ ചെയ്യാറുമുണ്ട് കേട്ടോ. പിന്നെ വലിയ ഫ്ലാസ്കിൽ ചായ ഇട്ട് വെച്ചാൽ പോരെ? ആഹാ, ഫ്ലാസ്കിലെ ചായ ഉണ്ടല്ലോ, ആർക്കും ഈ പറഞ്ഞ എനിക്ക് പോലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്. ഇടക്കിടക്ക് ഇങ്ങനെ ചായ കുടിക്കണ ശീലമല്ലല്ലോ, 3 നേരമല്ലേ ചായ കുടിക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് കുറേ വീടുകളിൽ 2 നേരം ചായ ഉണ്ടാക്കും, ചിലപ്പോൾ 3 നേരം. അധികം 3 നേരം ഉണ്ടാക്കുന്ന വീടുകളായിരിക്കാം മേ ബി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും ചായ കുടിക്കുന്നുണ്ടെങ്കിൽ 3 നേരം ചായ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. അത് ചായ ഇട്ട് വെക്കുന്ന ശീലമൊന്നും ഇല്ലടോ. അത് നമുക്കും പറ്റില്ല, എനിക്കും പറ്റില്ല കേട്ടോ. ചായ ഇങ്ങനെ ഇട്ട് ഫ്ലാസ്കിൽ ഒഴിച്ചിട്ട് അതിനെങ്ങനെ എടുത്ത് കുടിക്കുന്നത്. നമുക്കൊക്കെ ഫ്രഷായിട്ട് ഇതപ്പോൾ കണ്ട പുട്ട് പോലും ഫ്രഷായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് വന്നത്. പിന്നെ ഇതുപോലെ ഇക്കാക്കുള്ള ദോശ ഉണ്ടാക്കി. ഇക്ക പുട്ട് കഴിക്കൂല. പുട്ട് കഴിക്കണേ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ വേണം. അങ്ങനെയാണെങ്കിൽ പുട്ട് കഴിക്കും കേട്ടോ. എൻ്റെ മോന് ഇങ്ങനെയാണ്, ചിക്കനോ ഫിഷോ ഒരു പീസ് മതി, അത് നോക്കി കഴിക്കുന്നു. അത് കുറേ പിള്ളേരുണ്ട് അങ്ങനെ. പാത്രങ്ങൾ എന്താ സ്റ്റാൻഡിൽ വെക്കാത്തതെന്ന്. ഇപ്പോഴുള്ള എൻ്റെ സ്റ്റാൻഡിൽ കൊള്ളുന്ന പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ കൊള്ളണമെങ്കിൽ വലിയ അലമാറ പോലത്തെ ഒരു സ്റ്റാൻഡിന് വേണം. അത് എപ്പോഴെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ ഫുൾ അതിൽ വെക്കാം കേട്ടോ നമ്മൾ. പിന്നെ ജിനി അസ്സാം വലൈക്കും, സുഖല്ലേ ചോദിക്കുന്നുണ്ട്. വലൈക്കും അസ്സലാം. ജിനി പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ് ആകരുത്, കാരണം സോഫ്റ്റ് ആയാൽ പൂരി എണ്ണ കുടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്ത ഒരു കുട്ടി അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ടിപ്പാണ് കേട്ടോ അത്. ഇത്ത ടേബിൾ ഷീറ്റ് വിരിച്ചില്ലല്ലോ എന്ന്. ഭയങ്കര ഓർമ്മയാണ് മോൾക്ക്. ഞാൻ വിരിക്കാം, എപ്പോഴാന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ ഹായ് ജിനി, പത്തിരി വെറുതെ പൊടിച്ച് വെക്കാലോ, പത്തിരിക്ക് പൊടിച്ച് അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാലോ. പക്ഷേ അരി ഇങ്ങനെ പൊടിച്ചു വെക്കലൊക്കെ ഭയങ്കര ടാസ്ക് അല്ലേടോ. അതിന് കല്ലില്ലാണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച്, അമ്മോ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവണു. എൻ്റെ ഉമ്മ ഇത് ചെയ്യും അവിടെ. ഇവിടെ എനിക്ക് ചെയ്യാൻ അറിയില്ല. ഇവിടെ ഉമ്മ ആദ്യം ഒരു ലേഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ഇതുപോലെ എല്ലാം കഴുകി വൃത്തിയാക്കി ചാക്കിലാക്കി അങ്ങ് കൊടുക്കും. പിന്നെ ഉപ്പ് കൊണ്ടുപോയി പൊടിച്ചിട്ട് വരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് എല്ലാതും. ഗോതമ്പ് അരി പിന്നെ ഉപ്പാക്ക് പോയി പൊടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയപ്പോൾ അത് നിർത്തിയതാണ് കേട്ടോ. പിന്നെ മേടിക്കാൻ തുടങ്ങിയതാണ്. ഇവിടെ പിന്നെ ഞാൻ വരുന്ന സമയത്ത്, എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ മാവൊക്കെ മേടിക്കുക തന്നെയായിരുന്നു കേട്ടോ. പൊടിപ്പിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എൻ്റെ ഉമ്മ എപ്പോഴും അരി പൊടിക്കുകയും ചെയ്യും, അതേപോലെ എണ്ണ എടുക്കുകയും ചെയ്യാറുണ്ട്. ഈ വെളിച്ചെണ്ണയില്ലേ അത്. അപ്പൊ എണ്ണ കാട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇസ്കിട്ട് കൊണ്ടുവരും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു നടപ്പുണ്ടല്ലോ അല്ലെ. നിങ്ങളുടെ മുന്നിലുള്ളത് വീടാണോ അതോ ഈ സൈഡിലുള്ളതാണോ? സൈഡിലുള്ളത് ഞങ്ങളുടെ കസിൻ്റെ വീടാണ്. നേരെ മുന്നിലുള്ളത് ഒരു ബിൽഡിംഗ് ആണ്. അതിലാദ്യം വായനശാല ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ചായക്കടയാണ് കേട്ടോ അതിലുള്ളത്. കുറെ ആൾക്കാർ വന്ന് ചായക്ക് കുടിക്കും. ഞാൻ ഇതുവരെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. കുറെ ആൾക്കാർ വന്ന് കുടിക്കാറും അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു ചായക്കട, ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പിന്നെ രാവിലെ കുളിയൊന്നും ഇല്ലേന്ന്.
രാവിലെ കുളിച്ചിട്ട് ഇമാതിരി പണിയൊക്കെ ചെയ്ത് പിന്നെയും വേർത്തിട്ട് എന്തിനാണ്, എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയല്ലേ നല്ലത്. പിന്നെ രാവിലെ കുളിച്ചിട്ട് കിച്ചണിൽ കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, നമുക്ക് പിന്നെ ആ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇക്ക് ഞാനും റെഡിയായി, ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചില്ലേ ഞാൻ. ഇനി നേരെ പാലക്കാട് KSRTCയിലോട്ട് പോവുകയാണ്. അവിടെ പോയി എന്നെ ബസ് കയറ്റി വിടും. പിന്നെ ഞാൻ നേരെ കഹാനിയിലോട്ട് പോകും. അവിടെ വെച്ച് നമ്മുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പകുതി ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു സമയം. ആ ഒരു സമയം കൊണ്ട് കയറി നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ എന്നെ കയറ്റി വിട്ടു. എനിക്കൊരു മിഠായിക്ക് മേടിച്ചിരുന്ന ആള് പക്ഷെ തരാൻ മറന്നുപോയി, അതാണ് രസം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വിളിച്ചിട്ട് ഫയർ ചെയ്തു കേട്ടോ. നിങ്ങൾ ആർക്കാണ് മിഠായി മേടിച്ചത്, എനിക്ക് തന്നെയാണോ? കയ്യിൽ മിഠായി ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ബസ് കയറിയപ്പോൾ ആളെ ഓർമ്മയില്ലാണ്ട് അങ്ങോട്ട് തിരിച്ചും പോയിട്ടോ. കോമഡി ആയിരുന്നു. എന്നിട്ട് പിന്നെ ഇക്കാൻ്റെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും വന്ന്. അങ്ങനെ ബസ്സിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. അയ്യോ, വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണ്, അതും ബസ്സിൽ ഇരുന്നിട്ട് കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ നോക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മളതൊന്നും നോക്കണ്ട, അങ്ങനെ എടുക്കുക തന്നെ അങ്ങോട്ട്. പിന്നെ നമ്മൾ എവിടെ എത്തി, നൊട്ടമല വളവാണ് കേട്ടോ ഇത്, അറിയാലോ, കുറെ പേര് കണ്ടിട്ടില്ലേ. ഇവിടെയാണ് പുള്ളോത്തിയോ അങ്ങനെ എന്തോ യൂട്യൂബേഴ്സ് ഇല്ലേ, അവരുടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതുവരെ. ഇങ്ങനെ എൻ്റെ കമൻറ്റ് വന്നപ്പോൾ ഞാൻ പോയി സെർച്ച് ചെയ്ത്, അങ്ങനെയാണ് എനിക്ക് അവരെ കുറിച്ച് അറിഞ്ഞത്. അതുവരെ അറിഞ്ഞിരുന്നില്ല. ഇത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഈ ബസ്സും ഞങ്ങളുടെ ബസ്സും തമ്മിൽ ഭയങ്കര വഴക്ക്. ഈ ബസ് ഇടയിൽ കയറി വന്നിട്ടേ ഭയങ്കര വഴക്ക് കേട്ടോ. അവരാണ് റോങ് ചെയ്തത്. ഞാൻ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ടാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ ഇത്രയും ബ്ലോക്ക് ചെയ്യുന്ന അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. സൂപ്പർ വീഡിയോ എത്താ, അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ നമ്മുടെ കല്ലടി കോളേജിൻ്റെ അവിടെ ഇറങ്ങി ഞാൻ നമ്മുടെ ഷോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എന്താണ്, നമ്മൾ പെരുന്നാൾക്ക് ആവുമ്പോഴത്തേക്കും ന്യൂ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇറക്കാൻ പോകുന്നുണ്ട്. അതിനൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കാനും എല്ലാം കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്, ഒരു താത്തയാണ്. ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ, ഇനി എല്ലാവരെയും വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ എത്തിയേക്കുന്നത്, അവരൊക്കെ ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു. ഇതെല്ലാം നമ്മുടെ പല ടൈപ്പ് ഷോളും ഉണ്ട്. ഇത് വെസ്റ്റേൺ ആണ്. ഇവിടെ ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട് കേട്ടോ. അങ്ങനെ എന്താണ് ഇനി പറയാന്, കാര്യമായിട്ടൊന്നുമില്ല. FBയിൽ കുറേ കമൻസ് ഉണ്ട്, സൂപ്പർ വീഡിയോ എത്താ, അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വന്നിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും മസ്റ്റാണ്. അപ്പം ഞാൻ താഴെ പോയിട്ട് രണ്ടെണ്ണം മേടിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് കോളേജിലത്തെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവരിങ്ങനെ എന്താ പറയുക, എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ജീൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം മേടിച്ച് ബില്ലെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ കുട്ടി പോയിട്ട് അവൾക്ക് പറ്റിയൊരു ലെഹങ്കയൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കും കേട്ടോ കല്യാണ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ പാർട്ട്ണർ എത്തി. അവൻ്റെ വിചാരം അവന് ഹൃതിക് റോഷനാണ് എന്നാണ്, അല്ലാന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അവൻ്റെ നൃത്തമൊക്കെ കണ്ട ഇങ്ങനെ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങളുടെ ഗ്യാങ്ങിലെ പാർട്ട്നേഴ്സിലെ ഫുഡ് അടി വീരൻ ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടില്ലേ, ഞാനും കുഴപ്പമില്ല, അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കും. ഈ കാക്കാൻ്റെ കടയിലുള്ള ഉഴുന്നുവട നന്നായിട്ടുണ്ട്, നല്ല ക്രിസ്പി ഉണ്ട്, സോഫ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇന്നിപ്പോൾ ഇനി ആര് ബില്ല് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കോട്ടോപ്പാടത്തെ ഹൃതിക് റോഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അത് എവിടെ നിന്ന് എടുത്ത് കൊടുത്തു എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പോയി ചായ കുടിച്ച് എല്ലാം കഴിച്ചിട്ട് പോന്നു, ബാക്കിയെല്ലാം അവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ട് ഉമ്മ നല്ല പുഴമീൻ കറിയും ചോറും മത്തി ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതെല്ലാം കഴിച്ച് ഉറങ്ങി. രാവിലെ എണിച്ച് എനിക്ക് ബസ്സിൽ പോകുമ്പോൾ വൊമിറ്റിങ് പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ജീരകം ഇങ്ങനെ പൊതിഞ്ഞ് തന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ബാഗിലാക്കിയിട്ട് ഞാൻ കുട്ടികളോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒരാൾ മദ്രസയിൽ പോയിക്കാണ്, വലിയ ആൾ.
ഇവിടെ ആണെങ്കിൽ രാവിലെ എണിച്ചതും എൻ്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാണ്. പിന്നെ ഇക്കാക്ക് വിളിച്ച് അവള് പെർമിഷൻ ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഡിസംബറിൽ ഇരിക്കാൻ വരും കേട്ടോ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു. അവള് ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞ് രാവിലെ നമ്മളിതാ ചായ എല്ലാം കുടിച്ചിട്ട് ഇനി നേരെ ഇറങ്ങുകയാണ്. KSRTCയിലാണ് കയറി പോകുന്നത്. ഇവിടുന്ന് കയറുന്ന സമയത്ത് നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഡയറക്റ്റ് പാലക്കാട്ടിലോട്ടല്ലേ. ഇത്രയും സൗകര്യം ഉണ്ടായിട്ട് ഞാൻ ഇത്രയും കാലം എന്തുകൊണ്ട് ബസ്സിൽ വന്നില്ല എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ എനിക്കിങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ ഉദിച്ച് വരാറുണ്ട്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഞാനിങ്ങനെ വരലും പോവലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെയാണ് തോന്നുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇവിടുന്ന് ബസ് എടുത്തു. നമ്മൾ നേരെ സൈഡ് സീറ്റിൽ ഇരുന്ന കാരണം ഭയങ്കര വെയിലാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ എൻ്റെ സ്കിന്നിന് ഭയങ്കര ഒരു പ്രോബ്ലം പോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അരികെ സീറ്റിൽ തന്നെ പോയി ഇരിക്കുകയും ചെയ്തു. ഇനി വരുമ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് ഇരിക്കൂല, ആ സൈഡിലേ ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ 2 പേരും പോയിരുന്നു. ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലും പോയിരുന്നു. ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലഞ്ച് ഉണ്ടാക്കില്ല, മേടിച്ചു കേട്ടോ. യാത്ര കഴിഞ്ഞ് വന്നാലേ. അപ്പോൾ ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ മേടിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോൾ റാവുത്തർ ബിരിയാണി ഉമ്മയും ഉപ്പയും കൊണ്ടുവരും ചെയ്തിരുന്നു. കുറച്ച് ചോറ് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്കായിട്ട് ഉഴുന്നുവട, സമൂസ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പിയും കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ അങ്ങ് നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്.